മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയാണ് അമ്മ. എപ്പോഴും വിവാദങ്ങൾ പിന്തുടരുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതൊന്നും ആദ്യമായല്ല. പരസ്പരം ബഹളങ്ങളും വഴക്കുകളും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആ താരസംഘടനയായ അമ്മയുടെ എനിക്ക് തോന്നുന്നു കുടുംബ സംഗമമാണ് നടന്നത്. ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ റീൽസൊക്കെ വളരെയധികം വൈറലായിരുന്നു. തിരുവാതിരയും സംഘനൃത്തവും ഗാനങ്ങളും സോളോ നൃത്തവും ഒക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു, ഫാഷൻ ഷോ ഒക്കെ അടക്കമുള്ളത്. ഈ ഘട്ടത്തിലാണ് മറ്റൊരു വിവാദം അമ്മയിൽ ഉണ്ടാവുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഭവിക്കുന്നത്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നടിമാരായ ലക്ഷ്മി പ്രിയയും നീന കുറുപ്പും തമ്മിലുള്ള തർക്കം, അതിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിര് വിട്ട വാക്പോരായി ഇത് മാറി എന്നുള്ളതാണ്. കൊച്ചിയിൽ നടന്ന അമ്മയുടെ ഫാമിലി മീറ്റിങ്ങിനുണ്ടായ സംഭവങ്ങളാണ് ഈ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരിക്കുന്നത്. വൈകുന്നേരം എത്തുമെന്ന് കരുതിയിരുന്ന മമ്മൂട്ടി മോഹൻലാലും നേരത്തെ പരിപാടി കാണാനെത്തി. അതുകൊണ്ട് തന്നെ പരിപാടി കുറച്ചധികം ഷെഡ്യൂളിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഇതോടെ ലക്ഷ്മി പ്രിയ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഡാൻസ് പ്രോഗ്രാം നേരത്തെ നടത്തേണ്ടുന്നൊരു സാഹചര്യം വന്നു. ഈ ഘട്ടത്തിലാണ് ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാഷൻ ഷോയുടെ ചുമതല ഉണ്ടായിരുന്ന നീന കുറുപ്പ് ഡാൻസിൽ ആദ്യം പങ്കെടുക്കേണ്ട കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറായില്ല എന്നൊരു സാഹചര്യം വന്നു. ഇത് തയ്യാറാകാതിരുന്ന മനഃപൂർവ്വം ഈ പെൺകുട്ടിയെ തടഞ്ഞു വെച്ചു നീന കുറുപ്പ് എന്നുള്ളതാണ് ലക്ഷ്മി പ്രിയയുടെ ആരോപണം. ഇതിനെ തുടർന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നീന കുറുപ്പിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ലക്ഷ്മി പ്രിയ പൊട്ടിത്തെറിച്ചു. നീന കുറുപ്പെ, നിങ്ങൾ ഗതി കിട്ടാതെ നരകിച്ച് ചാവുമെന്നും സംഘടനയിലെ വിഷമാണ് നിങ്ങളെന്നും അടക്കമുള്ള കടുത്ത ശാപവാക്കുകളാണ് ലക്ഷ്മി പ്രിയ ഓഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത്. ഈ ഗ്രൂപ്പ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ പിന്നീട് ഈ ചീത്തവിളി സഹിക്കാൻ പറ്റാതെ ആയതോടുകൂടി അഡ്മിൻ ഒൺലിയാക്കി മാറ്റുകയും ചെയ്തു. കൂടുതൽ വിഴുപ്പ് അലക്കേണ്ട എന്നോർത്തായിരിക്കും എന്തായാലും കുക്കുവിൻ്റെ ഇടപെടൽ. ലക്ഷ്മിപ്രിയയുടെ സംസാരം വളരെ മോശമായി പോയെന്നും ഇത് സംഘടനയുടെ ചട്ടങ്ങൾക്കും രീതികൾക്കും ഒന്നും ചേർന്നല്ല എന്നും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഗ്രൂപ്പിൽ പ്രതികരിച്ചതിന് ശേഷമാണ് ഈ 16 അംഗങ്ങളുള്ള ലക്ഷ്മിപ്രിയയുടെ പെരുമാറ്റം മറ്റു 16 അംഗങ്ങളെ മോശക്കാരിയാക്കിയെന്നും ഇതിൻ്റെ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് കുക്കു അഡ്മിൻ ഉള്ളിയാക്കുന്നത്. ലക്ഷ്മിപ്രിയയെ സസ്പെൻഡ് ചെയ്യണമെന്നും മാപ്പ് പറയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് നീന കുറുപ്പും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. മാർച്ച് 2 നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. ഫാഷൻ ഷോയുടെ വസ്ത്രങ്ങൾ ധരിച്ചു എന്ന കാരണത്താൽ ഡാൻസിൽ പങ്കെടുക്കേണ്ട കുട്ടിയെ സ്റ്റേജിൽ കയറാൻ നീന കുറുപ്പ് അനുവദിച്ചില്ലെന്ന് ലക്ഷ്മി പറയുന്നു. ഇത് നീനയുടെ അസൂയ കാരണമാണെന്നും ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് തനിക്ക് വോയിസ് മെസ്സേജ് അയച്ചതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. നീന കുറുപ്പിനെതിരെ അതിരൂക്ഷമായ ശാപവാക്കുകൾ ലക്ഷ്മിപ്രിയ ഉപയോഗിക്കുന്നു. നീനയ്ക്ക് ആരോടും ബഹുമാനമില്ല, ഇംഗ്ലീഷ് സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്ന് പരിഹസിക്കുന്ന ലക്ഷ്മിപ്രിയ നീന കുറുപ്പിന്റെ അഭിനയ പാടവത്തെയും ശബ്ദരേഖയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. നീന കുറുപ്പ് അമ്മ സംഘടനയുടെ മെമ്പർ മാത്രമാണെന്നും പ്രസിഡന്റോ സെക്രട്ടറിയോ ചമയേണ്ടതില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് തനിക്കെതിരെ നീന കരുനീക്കം നടത്തിയെന്നും അതിന് തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നും ലക്ഷ്മിപ്രിയ അവകാശപ്പെടുന്നുണ്ട്. നീന കുറുപ്പിന്റെ പെരുമാറ്റത്തെയും വ്യക്തിത്വത്തെയും കടന്നാക്രമിക്കുന്ന രീതിയിലാണ് ലക്ഷ്മിപ്രിയയുടെ വോയിസ് വന്നിട്ടുള്ളത്. നീനയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ തരണമെന്നും 16 എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അവർ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്നുമാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. കിഡ്നി സർജറി കഴിഞ്ഞവരും 80 വയസ്സ് കഴിഞ്ഞവരുമായ മുതിർന്ന നടിമാരെ സംഘടിപ്പിച്ചാണ് താൻ നൃത്തമൊരുക്കിയതെന്നും ആ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തി നീനയ്ക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. നീന കുറുപ്പ് എന്ത് വലിയ നടിയാണെന്നാണ് അവരുടെ ഭാവമെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്ത വേഷങ്ങൾ ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച ഏത് വേഷമാണ് ഇവിടെ ഉള്ളതെന്നാണ് ലക്ഷ്മിപ്രിയയുടെ ചോദ്യം. നീന കുറുപ്പിന് മലയാളം സംസാരിക്കാൻ അറിയില്ലെന്നും ചേമ്പ് വിഴുങ്ങിയതുപോലെയാണ് സംസാരിക്കുന്നതെന്നും പരിഹസിക്കുന്നു. കൂടാതെ നീനയുടെ സൗന്ദര്യത്തെക്കാൾ തന്റെ അമ്മയ്ക്കാണ് സൗന്ദര്യമെന്നും മനസ്സിനാണ് സൗന്ദര്യം വേണ്ടതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് ചെയ്തത് നീന കുറുപ്പ് എല്ലാവരെയും വിളിച്ചു പറഞ്ഞിരുന്നെന്നും അതിന് തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുന്ന നീനയുടെ സ്വഭാവം അമ്മ സംഘടനയുടെ അന്തസ്സ് കെടുത്തുന്നതാണെന്നും ഇത് തുടർന്നാൽ സ്പോൺസർമാരെ പോലും കിട്ടില്ലെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. വലിയ ദീർഘമായൊരു ശബ്ദരേഖയാണ്. ഈ ശബ്ദരേഖയുടെ പേരിൽ തനിക്കെതിരെ എന്ത് നടപടിയെടുത്താലും തനിക്ക് ഒരു പുല്ലുമില്ല, അതായത് തനിക്ക് ഭയമില്ല എന്നാണ് ലക്ഷ്മിപ്രിയ വിശദീകരണം നടത്തുന്നത്. എന്തായാലും മലയാള സിനിമയിലെ നടിമാർ തമ്മിൽ മുൻപ് മുതലേ ഉണ്ടായിരുന്ന സൗന്ദര്യപ്പിണക്കം വലിയ വഴക്കായി മാറിയതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുതലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ലക്ഷ്മിപ്രിയ ഓഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും നീന കുറുപ്പ് ഔദ്യോഗികമായി പരാതി കൊടുത്തിട്ടുണ്ട്. അമ്മ സംഘടനയിൽ ഈ ഓഡിയോ പുറത്തായതിനു ശേഷം വലിയ രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നുമുണ്ട്. എന്തായാലും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ നീന കുറുപ്പിന്റെ പരാതിയിൽ നടപടിയെടുക്കുമോ എന്ന് കണ്ടറിയണം.